ഈ നിമിഷം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റേതാണ്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഭാരതത്തിന്റെ തിരിച്ചടിയിൽ ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാൻ, സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശകലനത്തിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, നേരത്തെ കുറച്ചു മുൻപ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ശരീരഭാഷയോ വാക്കുകളോ ഇങ്ങനെയായിരുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഭാരതത്തെ അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കും, ഏതോ വലിയ ശക്തികളുടെയൊക്കെ പിൻബലമുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കും അത്തരത്തിലൊരു പ്രസ്താവനയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഒരു കീഴടങ്ങലിന്റെ സ്വരം, ഞങ്ങളെ ഇനിയും ഉപദ്രവിക്കരുതേ എന്നൊരു സ്വരം പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എങ്ങനെ കാണണം കാര്യങ്ങളെ? നീലിമ, ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായിരുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ന് ഭയപ്പാടിലാണ്, അങ്കലാപ്പിലാണ്, പരാജിതൻ്റെ രൂപമാണ്. എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ അനുവദിക്കണം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരാൻ സാധിക്കുമോ എന്നതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ വെടിനിർത്താൻ തയ്യാറാണ് എങ്കിൽ, ഫർദർ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യ വിട്ടു നിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇനി ഒരു ആക്രമണത്തിന് പോവില്ല എന്ന രീതിയിലുള്ള നിഗമനങ്ങളിലാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എത്തിച്ചേർന്നിരിക്കുന്നത്. നോക്കൂ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രസ്താവനകളാണ് വന്നത്. ഇന്ത്യ പാഠം പഠിപ്പിക്കും, വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ വരെ ഉപയോഗിക്കും എന്ന രീതിയിൽ പരമാവധി എസ്കലേഷൻ വരുത്തിവെച്ച ഒരു വാക്കുകൾ ഇപ്പോൾ ഇതാ ഒരു ആട്ടി കിട്ടി, പത്തി നോക്കി ആട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി അധികം മുന്നോട്ട് പോവില്ല എന്ന ഒരു തീരുമാനം. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വം, ഖ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം കേവലം മാപ്പ് സാക്ഷികളാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ അവർക്കതേ പറയാനാവൂ. പൂർണ്ണമായ നിയന്ത്രണം സൈന്യത്തിന് തന്നെയാണ്. ഷഹബാസ് ഷെരീഫിനോ ഈ ഖ്വാജ ആസിഫിനോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിക്കോ ഒക്കെ ചില ജൽപ്പനങ്ങൾ നടത്താം എന്നല്ലാതെ അവരുടെ യജമാന സ്ഥാനത്ത് നിൽക്കുന്നത് സൈന്യം തന്നെയാണ്. ഇവിടെ യഥാർത്ഥ പ്രതിയായി നിൽക്കുന്നത് അസിം മുനീറാണ്, സൈനിക ജനറൽ അസിം മുനീർ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും വന്നിട്ടില്ല എന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എങ്കിലും സൈന്യം ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്ന വ്യക്തമായ അറിവാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യ നൽകിയത്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹം ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് രണ്ട് വനിതാ ഓഫീസർമാർ, നമ്മുടെ സൈന്യത്തിൻ്റെ അഭിമാനമായ രണ്ട് വനിതാ ഓഫീസർമാർ, അത് ഒന്ന് വ്യോമിക, മറ്റേത് സോഫിയ, ഈ രണ്ട് ഓഫീസർമാർ എണ്ണി പറയുകയാണ്, ഇന്ന ഇടങ്ങളിൽ നിന്നും ഞങ്ങൾ ആക്രമണം നേരിട്ടു, ഇന്ന സംഘടനകളാണ് ഭാരതത്തിനേരെ ഓരോ സമയങ്ങളിലും കഴിഞ്ഞ 30 വർഷത്തെ പ്രധാനപ്പെട്ട കണക്കുകളെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ കാര്യം കണക്കുകൾ പറയുകയാണ്. അതുകൊണ്ട് ആക്രമണം എന്നത് വെറുതെ എവിടെയെങ്കിലും കയറി ആക്രമണം നടത്തി വെറുതെ മുഖം രക്ഷിക്കാനല്ല ഭാരതം ശ്രമിച്ചത്, മറിച്ച് തീവ്രവാദത്തിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടിൽ കടന്നു ചെന്ന് ഇനിയൊരാക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ മാതൃകാപരമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത് ഖ്വാജ ആസിഫിന് തീർച്ചയായും ആ ഭാഷ മനസ്സിലായി, ഭാരതത്തിൻ്റെ നിശ്ചയദാർഢ്യം മനസ്സിലായിട്ടുണ്ട്. ഭാരതം ഏതറ്റം വരെ പോകുമെങ്കിലും ഇപ്പോൾ ഇതാ 26 ജീവൻ പൊലിഞ്ഞു ഇന്ത്യയിൽ. 26 ജീവനേക്കാൾ എത്രയോ കൂടുതലായിരിക്കാം ഓൾറെഡി പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ ഭീകരരുടെ ഭാഗത്ത് പൊലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അവസാനം എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് വൻ നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യക്കെതിരെ ഇനിയും ഭീകരന്മാരെ പടച്ചുവിടുമ്പോൾ സൈന്യം 100 വട്ടം ആലോചിക്കും. രാഷ്ട്രീയമായി യാതൊരു അസ്തിത്വമില്ലാത്ത നേതാക്കന്മാരെ ഒരു സ്ഥാനത്തിരുത്തി അവരിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിപ്പിക്കുക എന്ന ദൗത്യമാണ് ആർമി ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് എപ്പോഴാണ് വിവേകമുദിക്കുന്നത്, അപ്പോഴാണ് പാകിസ്ഥാൻ നന്നാവുന്നത്. യഥാർത്ഥത്തിൽ പാക് ജനതയോടോ പാക് സർക്കാരിനോടോ ഇന്ത്യൻ ഗവൺമെൻറ് യാതൊരു വിരോധവുമില്ല. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ ആക്രമിക്കാതിരുന്നത്. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ജനതയുടെ പ്രിയപ്പെട്ട സിറ്റികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻസ് ഒന്നും തന്നെ ആക്രമണ വിധേയമായിട്ടില്ല. ഇന്ത്യക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ തീവ്രവാദ ഗ്രൂപ്പുകൾ മുഖം നോക്കാതെ എല്ലാ ഗ്രൂപ്പുകൾക്കെതിരെയും ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി ലീഡർഷിപ്പ് മൗനം വെടിഞ്ഞ് പ്രതികരിക്കേണ്ട സമയമായി. ഇനിയില്ല, ഞങ്ങളിത് ചെയ്യില്ല, ഇനി ഇന്ത്യക്കെതിരെ
ഞങ്ങൾ തീവ്രവാദികളെ സഹായിക്കില്ല. പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, അതല്ല ഇതിന് ശേഷം നടന്ന ദൃശ്യങ്ങളൊക്കെ, പാകിസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഈ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് ശേഷം പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നവരെ കാണാൻ പോയത് സൈനിക ഉദ്യോഗസ്ഥരാണ്. അതും വെറും സൈനികരല്ല, വലിയ സൈനിക ഉദ്യോഗസ്ഥരാണ് പോയി കാണുന്നത്. അവർക്ക് വലിയ പിന്തുണ നൽകുകയാണ്. അതായത് വളരെ കൃത്യമായി ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഭീകരർക്ക് വലിയ പിന്തുണ അപ്പോഴും നൽകുകയാണ് പാക് പട്ടാളം ചെയ്തിരിക്കുന്നത്, പാക് സൈന്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഖ്വാജ ആസിഫ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ കൂടി അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? പാഠം പഠിക്കാൻ തയ്യാറാവാത്ത സൈനിക നേതൃത്വം, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഈ സൈന്യത്തിൻ്റെ കരാള ഹസ്തത്തിൽ നിന്നും രാഷ്ട്രത്തെ, പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ യഥാർത്ഥത്തിൽ സർവകക്ഷി ഗവൺമെൻറ് രൂപീകരിക്കുകയും ഇവരെല്ലാം ഭരണപ്രതിപക്ഷ ഭേദമന്യേ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇമ്രാൻഖാൻ്റെ ഈ തെഹരിക്കെ ഇൻസാഫ് പാർട്ടിയും എല്ലാം തന്നെ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. കാരണം സൈന്യത്തിന് ഒരു രാജ്യത്തിൻ്റെ അഭിമാനം തീരെഴുതി കൊടുക്കാനാവില്ല. ഇപ്പോൾ ഭീകരവാദികളും സൈന്യവും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം ശ്രീ നീലിമ സൂചിപ്പിച്ചതുപോലെ ആ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ 5-6 മണിക്കൂറിനുള്ളിൽ വന്നത്. ശവസംസ്കാര ചടങ്ങുകളിലും അതുപോലെ ഈ ആശുപത്രികളിൽ പരിക്കേറ്റ് കിടക്കുന്ന തീവ്രവാദികളെ തിരക്കിപ്പോയതിൻ്റെ നല്ലൊരു പങ്കും ആർമിയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അപ്പോൾ ആ ഒരു നെക്സസ്, ഇത് ഇന്ത്യ വളരെ സാഗൂതം വീക്ഷിക്കുന്ന കാര്യമാണ്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് തെളിവുകൾ നൽകൂ എന്നാണല്ലോ പാകിസ്ഥാൻ പറയുന്നത്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണുള്ളത്? ഇന്ത്യൻ സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്ത് വന്ന കൃത്യമായ കണക്കുകൾ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ത്യക്കാരോടായും എന്നാൽ ഒരു പരിധിവരെ ലോകത്തോടായുമായും ചെയ്ത പ്രസംഗമാണ് നമ്മൾ കേട്ടത് വനിതകളുടെ കാര്യത്തിൽ. ഇനി ഈ പറയുന്ന റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കുമ്പോൾ ദ നെക്സസ് ബിറ്റ്വീൻ പാക് ആർമി, ദ മിലിറ്റൻസ്, അത് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ആകട്ടെ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ആകട്ടെ, ജയ്ഷെ മുഹമ്മദ് ആകട്ടെ, ലഷ്കർ ഇ തോയ്ബ ആകട്ടെ, ഏത് ഭീകരതയും അവരെല്ലാം തന്നെ സൈന്യത്തിൻ്റെ മടിത്തട്ടിൽ കളിച്ചു വളരുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ISIയുടെ തലവന്മാരും ഉന്നത നേതാക്കളും അവരോടൊപ്പം ഇൻ ടാൻഡം പ്രവർത്തിക്കുന്ന ഒരു മ്ലേച്ഛമായ കാഴ്ച. ഈ ഒരു കാഴ്ച എന്ന് അവസാനിക്കുന്നു അന്ന് പാക് ജനതയ്ക്ക് യഥാർത്ഥ വിമോചനം സാധ്യമാകും. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം, ഖ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ള നേതൃത്വം, അവർ സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്, അവരുണർന്ന് പ്രവർത്തിക്കും. അവിടെ വിവേകമുണ്ടെങ്കിൽ ആ വിവേകമുള്ള സ്വരം, തങ്ങളുടെ നേതാക്കന്മാരുടെ വിവേകമുള്ള സ്വരം പാകിസ്ഥാൻ ജനത കേൾക്കുക. ആ ജനത നൽകുന്ന പാകിസ്ഥാൻ ആർമിക്ക് ഒരു വീരപരിവേഷം മുൻകാലത്ത് ജനം നൽകിയത്, അതിന് വലിയ വിലയാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്. വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ചെയ്തികളാണ്. അതുകൊണ്ട് ഭീകരതയാണ് നമ്മൾ ആക്രമിച്ചത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ചെന്ന് കൊള്ളുന്നത് പാകിസ്ഥാൻ ആർമിക്കാണ്. ഇപ്പോൾ അവർ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വിഭാഗം ഇപ്പോഴും വിചാരിക്കുന്നു തങ്ങളുടെ നേതാവ് ജനറൽ അസിം മുനീർ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. സൈന്യത്തിന് രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കാൻ ഒരു വെഡ്ജ് അല്ലെങ്കിൽ ഒരു ഇടം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ആയി ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം മാറുമോ എന്ന ആലോചനകളിലാണ്. അത് സാധിക്കില്ല എന്നും സൈനികരുടെ ഉന്നത നേതൃത്വത്തെ തന്നെ അടുത്ത റൗണ്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന രൂപത്തിൽ അടുത്ത റൗണ്ടിൽ വന്നാൽ യഥാർത്ഥത്തിൽ കളി മാറും. സൈന്യത്തിന് നേരിട്ട് വേദനിച്ച് തുടങ്ങും. ഇപ്പോൾ സൈന്യം വളർത്തുന്ന ഭീകരതയാണ്, പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പിനെയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സൈന്യത്തെ തന്നെ നേരിട്ട് ആക്രമിച്ചാൽ ഈ കളി മാറും. അതുകൊണ്ടാണ് സൈന്യവും വളരെ സംയമനം പാലിക്കേണ്ട സമയം തന്നെയാണിത്. ഓപ്പറേഷൻ 2 എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഭാരതം കടക്കുകയാണെങ്കിൽ അത് തിരിച്ചടി നൽകാൻ പോകുന്നത് പാക് സൈന്യത്തിന് തന്നെയാകും. പക്ഷെ നോക്കൂ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് സൈന്യം നേരിട്ട ഒരു പ്രതിസന്ധി, അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് സൈന്യത്തിന് അങ്ങനെ ഭാരതത്തോട് യുദ്ധം ചെയ്യാൻ വലിയ താല്പര്യമില്ല, അങ്ങനെ ആ ജോലി ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. പലരും ജോലി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുതിർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥർ പോലും ജോലി രാജിവെക്കുന്നു, ലോങ് ലീവിൽ പോകുന്നു, മെഡിക്കൽ ലീവിൽ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം പുറത്തു വന്നു. അപ്പോൾ തീർത്തും ദുർബലമായ ഒരു സ്വരം ഖ്വാജ ആസിഫിൽ നിന്ന് ഉണ്ടായെങ്കിൽ അത് അവിടെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമല്ലേ? തീർച്ചയായും നീലിമ, യാഥാർത്ഥ്യത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് ഖ്വാജ ആസിഫ് എന്ന ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് വന്നത്. നോക്കൂ, പാകിസ്ഥാൻ സൈന്യം
ഒരു ഊതിപ്പെരുപ്പിച്ചൊരു ബലൂണാണ്. അത് ഏത് നിമിഷവും പൊട്ടും എന്ന് പറയുമ്പോൾ അവിടെ പാകിസ്ഥാനിലെ ജനം വിചാരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ സൈന്യമുണ്ടാകും. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ വിഭവങ്ങൾ കാർന്ന് തിന്നുന്ന ബക്കനാണ് പാകിസ്ഥാൻ്റെ സൈന്യം. നമ്മൾ ഭംഗ്യാന്തരായിട്ട് പറയാറുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും സൈന്യമുണ്ട്. പക്ഷേ സൈന്യത്തിന് വേണ്ടി ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. സൈനികരെ തെറ്റിപ്പോറ്റുന്ന, സൈനികരുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുവദിച്ചു കൊടുക്കുന്ന, സൈനികർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമ്പദ് വ്യവസ്ഥ. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നല്ല പങ്കും ഒഴുകുന്നത് പല രൂപത്തിൽ ഫൗജി ഫൗണ്ടേഷനിലേക്കാണ്. ഫൗജി ഫൗണ്ടേഷൻ സൈനിക നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ സന്ധാരണത്തിന് വേണ്ടി അവർക്ക് താല്പര്യമുള്ള ബിസിനസ് കൺഗ്ലാമറേറ്റ്സ് ആണ്. അയൺ ആൻഡ് സ്റ്റീൽ ആകട്ടെ, സിമെൻ്റ് ആകട്ടെ, IT രംഗമാകട്ടെ, ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളുള്ള ആളുകളാണ് സൈന്യത്തിൽ. മറുവശത്ത് ഇന്ത്യയിൽ അതിർത്തി കടന്നു വരൂ, ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യൻ സൈന്യം 100% പ്രൊഫഷണലാണ്. അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് അല്ല, രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അവരുടെ ബിസിനസ്, അല്ലാതെ മറ്റ് കച്ചവടങ്ങളില്ല സൈന്യത്തിന്. അതുകൊണ്ട് 2 തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സൈന്യം ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് സിവിലിയൻ നേതൃത്വത്തിനും സാധാരണ ജനത്തിനും ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്തതിന് ശേഷം തരൂ, ഞങ്ങൾക്ക് പണം തരൂ, രാജ്യത്തെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളാം എന്ന രീതിയിലുള്ള നറേറ്റീവ്സാണ് പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ കരസേനയ്ക്ക്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കരസേനയുടെ മേധാവിയായി കാലാകാലങ്ങളിൽ ആരാണോ വരുന്നത് ആ വ്യക്തിയായിരിക്കും ഡി ഫാക്ടോ സോവറിൻ ഇൻ പാകിസ്ഥാൻ. അത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടു. 1999 കാർഗിൽ സമയത്ത് നമ്മൾ കണ്ടു. നവാസ് ഷെരീഫിൻ്റെ കണ്ണ് വെട്ടിച്ചാണ്, അല്ലെങ്കിൽ തലയുടെ മുകളിലൂടെയാണ് പർവേസ് മുഷറഫ് കാർഗിലിലേക്ക് തൻ്റെ സൈനികരെ നുഴഞ്ഞു കയറാനായിട്ട് വിട്ടത്. വളരെ കാലത്തിന് ശേഷം അടൽ ബിഹാരി, അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പിന്നീടൊരിക്കൽ കണ്ടപ്പോൾ നവാസ് ഷെരീഫ് പറയുകയുണ്ടായി, അങ്കിൾ ഐ എം റിയലി സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഈ കാർഗിലിലേക്ക് ഞങ്ങളുടെ പട്ടാള ഭരണ മേധാവി ആക്രമണം നടത്തുന്ന നുഴഞ്ഞു കയറുന്ന വിവരം അടിയൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് യഥാർത്ഥത്തിൽ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ്. അങ്ങനെ നവാസ് ഷെരീഫിനെ പിന്തള്ളി മാറ്റി നിർത്തി പർവേസ് മുഷറഫ് അധികാരം പിടിച്ചെടുത്തു. അതിനു മുമ്പ് അയൂബ് ഖാനും യാഹ്യ ഖാനും ഒക്കെ അങ്ങനെ അധികാരം പിടിച്ചെടുത്ത ആളുകളാണ്. സിയാ ഉൽ ഹക്ക്. അങ്ങനെ പാകിസ്ഥാൻ്റെ ആകെയുള്ള 78 വർഷത്തെ ഒരു എക്സിസ്റ്റൻസിൽ ഒരു 30 വർഷത്തിലധികം സൈന്യം നേരിട്ട് പാകിസ്ഥാൻ്റെ ഭാഗധേയം നിർണ്ണയിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ മാറ്റി നിർത്തി പാകിസ്ഥാൻ വ്യവസ്ഥിതിയെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ല. അതുകൊണ്ട് സൈന്യത്തെക്കുറിച്ച് നമ്മൾ ഉള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഘടന. അത് മാത്രമല്ല, ഏറ്റവും അധികം അത്യന്താധുനികമായ ആയുധങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണ് സൈന്യം. അഴിമതിയാണെങ്കിൽ സൈനികരുടെ ഇടയിൽ ഉള്ള അഴിമതി വളരെ ആഴത്തിലുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ബുദ്ധിയുള്ള സൈനികർ മനസ്സിലാക്കുന്നു, ഇന്ത്യയുടെ തിരിച്ചടി മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായിരിക്കും. ആദ്യ റൗണ്ടിൽ ഒരുപക്ഷെ ഭീകരർക്കെതിരെയാണ്. 2ാം റൗണ്ട് വന്നാൽ സൈന്യത്തിന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതീവ നഷ്ടമായിരിക്കും സൈന്യത്തിനുണ്ടാകുക. അതുകൊണ്ടാണ് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ വലിയ നമ്പർ ആളുകൾ ഡെസേർഷൻ ഫ്രം ദ റാങ്ക് എന്ന് പറയും, അവർ ഒളിച്ചോടുകയാണ്. സൈന്യം ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ്. മെഡിക്കൽ ലീവ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് അങ്ങ് മുങ്ങുകയാണ് സൈന്യം. അതുകൊണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാർഗിൽ യുദ്ധസമയത്തൊക്കെ നമ്മൾ കണ്ട ചില ചിത്രങ്ങളുണ്ട്. അവിടെ മരിച്ചത്, കാർഗിലിൽ മരിച്ചതൊക്കെ, ഭാരതത്തിൻ്റെ വെടിയേറ്റ് മരിച്ചതൊന്നും സൈനികരല്ല എന്ന് വരെ അവർ പറയുന്നൊരു ഘട്ടമുണ്ടായി. ആ സൈനികരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് എത്തിക്കാൻ പോലും അന്ന് പാക് സൈന്യം മടികാട്ടിയിരുന്നു. അതൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സൈന്യത്തിൻ്റെ വീര്യം ചോർത്താനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ തലപ്പത്ത് നിന്നും രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആയാലും സൈന്യം മനുഷ്യരല്ലേ, അവർക്ക് എങ്ങനെയാണ് ആ ഒരു സംവിധാനത്തോട് വിശ്വാസ്യത വരിക? നീലിമ, ഒരു സൈന്യത്തിന് മൊറാൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മവീര്യം. ആ സൈന്യത്തിൻ്റെ ആത്മവീര്യം നിലനിർത്തുന്നിടത്തോളം കാലം മാത്രമേ സൈന്യത്തിനൊരു ബാറ്റിൽ റെഡിനെസ് ഉണ്ടാകൂ. യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ മാത്രം പോരാ, വിൽ പവറും കൂടെ വേണം. ഞങ്ങളുടെ രാജ്യം, തങ്ങളുടെ രാജ്യം എന്തായാലും തങ്ങളെ സംരക്ഷിച്ചു കൊള്ളും എന്നത് ഉറപ്പുണ്ടെങ്കിൽ സൈനികർ അവസാനം വരെ പോരാടും. പക്ഷേ ഒരു മൃതദേഹം കിട്ടിക്കഴിയുമ്പോൾ, ആരെങ്കിലും വെടിയേറ്റ് വീണ് കഴിയുമ്പോൾ എല്ലാവരും ഡെസേർട്ട് ചെയ്യുന്ന, ഓടി ഒളിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
സൈന്യത്തിന് ഒരു രീതിയിലും ആത്മവിശ്വാസം, ആത്മവീര്യം, മൊറാൽ നിലനിർത്താനാവില്ല. ആ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കറിയാം അസിം മുനീർ വീരനായകനൊന്നുമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ വലിയ പേടിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹം അവരെ രാജ്യത്തെ മഹായുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ച് നിർത്തി. അദ്ദേഹത്തിന് മാത്രമല്ല അപ്പോൾ കുഴപ്പം വരുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ പോരാടുന്ന സൈനികർക്കിടെ എപ്പോഴും മുന്നണിയിൽ പോരാടുന്ന സൈനികരുടെ ജീവനാണ് ആദ്യം പൊലിയുന്നത് എന്നോർക്കുക. ഇപ്പോൾ ആ സാഹസം ഇന്ത്യ കാട്ടിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ സൈനികർക്ക് കൂടി നൽകുന്ന ഒരു സേഫ്റ്റി വാൽവാണ്, സുരക്ഷാ കവചമാണ്. ഇപ്പോൾ നിങ്ങൾ മാറി നിന്നാൽ, പ്രകോപനം സൃഷ്ടിക്കാതെ മാറി നിന്നാൽ നിങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഭീകരരുടെ പുറകെ മാത്രമാണ് നീങ്ങിയിരിക്കുന്നത്. അടുത്ത റൗണ്ട് ഒരുപക്ഷെ അങ്ങനെയല്ല എന്ന്, അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ടാണ് സൈന്യത്തിൻ്റെ ഉള്ളിൽ ഒരു അങ്കലാപ്പുണ്ടാകും. ഈ അങ്കലാപ്പിനിടയിൽ അവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി വലിയ ബൊംബാസ്റ്റിക് പ്രസ്താവനകളൊക്കെ ഒരുപക്ഷെ സൈനിക നേതൃത്വത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഭാഗത്തു നിന്ന് വരും. ആ ഒരു വാഗ്ധോരണിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേടി വരുമ്പോൾ സ്വല്പം ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആട്ടിക്കും തിരിച്ചടിക്കും, മറ്റേതാണ് വലിയ വില കൊടുക്കേണ്ടി വരും, രക്തപ്പുഴ ഒഴുകും എന്നൊക്കെ പറയുന്നത്. വെറും വിടുക എന്നതല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. വിവേകമതികളായ സൈനിക നേതൃത്വമാണെങ്കിൽ അത് അതിമുന്നേറെ വിട്ടോളൂ. അടുത്ത ജൂനിയർ കമാൻഡൻസ് അവർ വിവേകമതികളാണെങ്കിൽ യഥാർത്ഥത്തിൽ തങ്ങളുടെ സേനാ മേധാവിയെ ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പം ജീവനെങ്കിലും ബാക്കിയുണ്ട്, ഭീകരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്, നമ്മുടെ ജീവൻ രക്ഷിക്കണം, നമ്മുടെ രാജ്യം നാളെയും ഉണ്ടാകണം. ഇന്ത്യയുമായി മുട്ടി നിൽക്കണമെങ്കിൽ രാജ്യം നാളെയും ഉണ്ടാകണം. ആ ഒരു വിവേകം സൈനിക നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകും. അല്ല എങ്കിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് സർവനാശമായിരിക്കും ഫലം. യെസ്, ഈ ഒരു ഓപ്പറേഷനിലൂടെ ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുത്ത ചില സംഭവങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരവാദത്തിന്, ആഗോള ഭീകരതയുടെ ഈറ്റില്ലമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കൃത്യമായ തെളിവുകൾ ഭാരതം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും അത് വിശ്വസിക്കാൻ ചില കേന്ദ്രങ്ങളൊക്കെ തയ്യാറാകാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ 9 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ ലഷ്കർ എ തയ്യബയുടെയും ഒക്കെ വിളനിലങ്ങളാണ്. ഈ പറയുന്ന പോലെ നഴ്സറി ആണെങ്കിൽ മറ്റൊന്ന് എംഫിൽ എടുക്കുന്ന കേന്ദ്രങ്ങളാണ്, ഡോക്ടറേറ്റ് എടുക്കുന്ന കേന്ദ്രങ്ങളാണ്. അങ്ങനെ ഒന്നാണ് ഈ കോട്ട്ലിയിലെ ഒരു കേന്ദ്രം, അബ്ബാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പ്, ഇവരുടെ ക്യാമ്പ്. അത് ചാവേറുകളെ സൃഷ്ടിക്കുന്ന, ചാവേർ ആക്രമണം നടത്താനുള്ള ചാവേറുകളെ സൃഷ്ടിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ എല്ലാ തലത്തിലും ഭീകരതയുടെ വിവിധ തലങ്ങളിലുള്ള എല്ലാ കേന്ദ്രങ്ങളും തച്ച് തകർക്കുന്ന ഒരു സമീപനം. അങ്ങനെ അവരുടെ ശക്തി, ഭീകരവാദികളുടെ ശക്തി പൂർണ്ണമായും തകർക്കുന്ന വളരെ കൃത്യമായ ഒരു ആക്രമണമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാം, ദാ നോക്കൂ, ഇന്ന കേന്ദ്രങ്ങൾ, ഈ കേന്ദ്രങ്ങളെല്ലാം ഭീകരത ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അന്താരാഷ്ട്ര തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ഒരു രാഷ്ട്രം എന്ന നിലയിൽ കൊണ്ടുവരാൻ കഴിയുക? നീലിമ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു ആഗോള മുഖമാണുള്ളത്. ഗ്ലോബൽ ഫൈറ്റ് എഗൻസ്റ്റ് ടെറർ. അതിൻ്റെ ലോകരാജ്യങ്ങൾ പരസ്പരം സഹായിക്കേണ്ടതുണ്ട്, സഹകരിക്കേണ്ടതുണ്ട്. ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ അവർ ലഭിക്കുന്ന വിവരങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്കെതിരെ വരുന്ന ഭീകര ശക്തികൾ തന്നെയാണ് പലപ്പോഴും ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ ആ ഒരു കോമണാലിറ്റി കണ്ടുകൊണ്ട് ഇപ്പം ഞങ്ങളെ ബാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നു, തീവ്രവാദം ഇന്ത്യയാണ് ബാധിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ആളുകളല്ലല്ലോ മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യങ്ങൾ മാറി നിൽക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ടത് പാകിസ്ഥാനെ അല്ല, മറിച്ച് ഭീകരത എന്ന അടിസ്ഥാന വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുന്നു. ഇപ്പം ഇന്ത്യക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 26 ജീവനുകൾ പൊലിഞ്ഞു, അതുകൊണ്ട് ഇന്ത്യ പ്രതികരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യയുടെ ഫൈറ്റാണ്, ഞങ്ങൾക്കതിൽ പങ്കാളിത്തമില്ല എന്നല്ല പറയേണ്ടത്. ആ സമയത്തെ ധാർമ്മികമായ പിന്തുണ, ഭൗതികമായ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ്. അല്ലാതെ ഇന്ത്യയുടെ അതിൻ്റെ ന്യായാന്യായങ്ങൾ കൂടുതൽ തരതാരകറി പരിശോധിക്കുക, മനുഷ്യാവകാശ വിഷയങ്ങൾ കൊണ്ടുവരിക, ഫോൾസ് നറേറ്റീവുകൾ, പാകിസ്ഥാൻ കൊണ്ടുവരുന്ന തെറ്റായ നറേറ്റീവുകൾ വിശ്വസിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ലോകം നീങ്ങിയാൽ ആ ലോകരാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ ബലഹീനത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഇതൊരു വ്യവസായമാണ്.
ഏതാണ്ട് കുടിൽ വ്യവസായം പോലെ തുടങ്ങിയ ഒരു വ്യവസായം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് കഴിഞ്ഞു. ഭീകരത എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോമാറ്റ്. അതുകൊണ്ട് അതിന് പല തലങ്ങളുണ്ട്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നഴ്സറി ഉണ്ട്. നഴ്സറിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരെ ഒരു വലവീശി പിടിക്കുന്ന കുറേ വീഡിയോസും ഇതിഹാസ കാര്യങ്ങളുമെല്ലാം കാണിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ വലവീശി പിടിക്കുക, എന്നിട്ട് അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുക, ബാലപാഠം പഠിപ്പിക്കുക. അങ്ങനെ ബാലപാഠം പഠിപ്പിക്കുന്ന ഭഗൽപൂർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ എംഫിൽ ലെവലിലോ PhD ലെവലിലോ പോസ്റ്റ് ഡോക്ടർ ലെവലിലോ വരെയുള്ള തീവ്രവാദമാണ് അവർ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ എലമെൻറ്റ്സ് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ഒരു ലോഞ്ചിങ് പാഡിൽ കൊണ്ടുപോയി വിടുകയാണ്. സിയാൽകോട്ടിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തി എവിടെയെങ്കിലും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഏതെങ്കിലും ഒരു അതിർത്തി പ്രദേശത്തെ ലോഞ്ചിങ് പാഡിൽ കൊണ്ടുവിട്ടിട്ട് വനമേഖലയിലൂടെ അവരെ നുഴഞ്ഞു കയറ്റി കാശ്മീരിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് അത് വ്യക്തമായി ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പം ലോകത്തോടായി പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇത് കണ്ട് ചിരിച്ചത് ഇന്ത്യയുടെ വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പഹൽഗാം വിഷയമാണ് എന്ന് പറഞ്ഞാൽ അല്ല. ആഗോള ഭീകരതയുടെ ഏഷ്യയിലെ ഈ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. യോജിച്ചുള്ള പോരാട്ടങ്ങളാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ തീവ്രമായ നയതന്ത്ര നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ തിരിയും. കാരണം യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് വ്യക്തമായി പാകിസ്ഥാൻ അറിയാം. അടുത്ത പടി എന്താണ്? ഞങ്ങളുടെ ജനതയെ ചുട്ടുകൊല്ലുന്നു. അപ്പം ഇത് വാസ്തവം എന്താണ്? ഭീകര ക്യാമ്പുകളിലേക്കാണ് ആക്രമണം പോയത്. ജനതയ്ക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതാ അതിർത്തിയിൽ ശക്തമായ പൂഞ്ച്, രജൌരി ആ സെഗ്മെന്റിലൊക്കെ അതിർത്തി ഗ്രാമങ്ങൾക്ക് നേരെയുള്ള വെടിവെപ്പാണ് വരുന്നത്. മോഹൻ വർഗീസ്, വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചടിച്ചത് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ട 9 കേന്ദ്രങ്ങൾ മാത്രം കൃത്യമായി അവിടേക്കാണ് ആക്രമണം തൊടുത്തുവിട്ടത്. പക്ഷേ അവർ അതിർത്തിയിൽ തിരിച്ചടിക്കുന്നത് പൂഞ്ചിലെ ജനവാസ മേഖലയിലേക്കടക്കം പാക് ഷെല്ലാക്രമണം നടക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതായത് ഇവർ പാഠം പഠിക്കില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. 2 കൾച്ചറൽ സിസ്റ്റംസ് ആണ് നീലിമ ഇത്. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ സ്റ്റേബിൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. പക്ഷേ പാകിസ്ഥാനിൽ ഇത് രണ്ടുമില്ല. ഒന്ന് പ്രൊഫഷണൽ ആർമി അല്ല, ഇതൊരു ക്ലോസ്ലി ഹെൽഡ് ഫാമിലി ബിസിനസ് പോലെയാണ്. പഞ്ചാബിലെ കുറേ കുലാക്കുകൾ, കുറേ പ്രധാനപ്പെട്ട ഫാമിലീസ്, അവരിതൊരു ഫാമിലി ബിസിനസ് പോലെയാണ് സൈന്യത്തിലെ സേവനത്തെ കാണുന്നത്. അതേപോലെ തന്നെ ഒന്നിനും മണ്ണിനും ചുണ്ണാപ്പിനും കൊള്ളാത്ത കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ തലപ്പത്ത്, അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുത്ത് കുറച്ച് അഴിമതിയൊക്കെ നടത്തി മുന്നോട്ട് പോകണം. അപ്പോൾ ഒരു ദിശാബോധമില്ലാത്ത, ഇച്ഛാശക്തിയില്ലാത്ത, രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വവും ആ രാഷ്ട്രീയ നേതൃത്വത്തെ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സൈന്യവും ജനങ്ങളുടെ പാവപ്പെട്ട നികുതിദായകരുടെ പണം പിടുങ്ങിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന വ്യവസ്ഥിതി. അതുകൊണ്ടാണ് പാകിസ്ഥാനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, ഫെയിൽഡ് സ്റ്റേറ്റ്, പരാജിത രാഷ്ട്രം. എല്ലാ കണക്കിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഘട്ടം ഘട്ടമായി പഞ്ചവത്സര പദ്ധതികളിലൂടെയും മറ്റ് പോളിസി ഇനിഷ്യേറ്റീവ്സിലൂടെയും പിന്നെ ചേരിചേരാ നയത്തിലൂടെയും പിന്നീട് ചേരിചേരാ നിയമത്തിൻ്റെ അവസാനത്തിൽ പുതിയൊരു നയത്തിലൂടെയും ഇപ്പോഴിതാ സ്ട്രാറ്റജിക് ഓട്ടോണമിയിലൂടെയും ഇടയ്ക്ക് ലുക്കീസ് പോളിസി, ആക്റ്റീവ് പോളിസി എന്നു വേണ്ട വിവിധങ്ങളായ ഫോറിൻ പോളിസി ഇനിഷ്യേറ്റീവിലൂടെയും തന്ത്രപരമായ ധാരണകളിലൂടെയും ദേശീയ താൽപ്പര്യത്തെ മുൻനിർത്തി സൈന്യത്തെ നിർത്തേണ്ടിടത്ത് നിർത്തി സിവിലിയൻ ഗവൺമെൻറ് ജനാധിപത്യപരമായി പ്രവർത്തിച്ച് മാതൃക കാട്ടിയ സുഗമമായ അധികാര കൈമാറ്റം നടന്ന, ഒരിക്കൽ പോലും സൈന്യം അധികാരം ഏറ്റെടുത്തിട്ടില്ലാത്ത ഇന്ത്യ എവിടെ നിൽക്കുന്നു? എത്ര പ്രാവശ്യം രാഷ്ട്രീയ അട്ടിമറിയിലൂടെ, സൈനിക അട്ടിമറിയിലൂടെ അധികാര കൈമാറ്റം നടത്തിയ പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു? ഈ 2 കൾച്ചറാണ്, 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, 2 ലെവൽ ഓഫ് മൊറാലിറ്റിയാണ്. അതുകൊണ്ട് ഇന്ത്യ ന്യായമായി യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ വളരെ സോഫ്റ്റ് ടാർഗറ്റിൽ വീണ്ടും കേന്ദ്രീകരിക്കുകയാണ്. അതിർത്തിയിലെ പാവപ്പെട്ട കാശ്മീരികൾക്ക് നേരെ. അത് മറ്റൊരു കാശ്മീരികളാണ്, അവർ കാശ്മീരികൾക്ക് വേണ്ടിയാണല്ലോ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. അതേ കാശ്മീരികളെ തന്നെയാണ് ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, പാകിസ്ഥാനെ ഒരു കാരണവശാലും ആ രീതിയിൽ വിശ്വസിക്കാനാവില്ല. പരാജിത രാഷ്ട്രം കൂടുതൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങയുടെ നിരീക്ഷണങ്ങൾക്ക്. ഭാരതത്തിൻ്റെ തിരിച്ചടിയിൽ ഭയന്ന് പാകിസ്ഥാൻ നിൽക്കുന്ന ഒരു സാഹചര്യം, സംഘർഷം ലഘൂകരിക്കാൻ തയ്യാറെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുമ്പോഴും അതിർത്തിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് അവിടെ നിന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്.
അവിടെ പൂഞ്ച് സെക്ടറിലൊക്കെ ജനവാസ മേഖലകളിലേക്ക് വലിയ ആക്രമണം നടത്തുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാക് പട്ടാളം ഈ ഭീകരർക്ക് നൽകുന്ന പിന്തുണ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പോയി കാണുകയാണ്. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും പോയി നിന്ന് അവിടെ സാന്നിധ്യമായി പാക് പട്ടാള ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതായത് ഭീകരതയും ഞങ്ങളും ഒന്നാണ് എന്ന് പാക് പട്ടാളം, പാക് സൈന്യം ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഭാരതത്തിൻ്റെത് ധർമ്മയുദ്ധമാണ്, അത് തുടരും.